മുഹമ്മദ് റസൂൽ, ശൈഖൻ റസൂൽ, ഉസ്താദ് റസൂൽ, അമീർ റസൂൽ ഒന്നുമില്ല. മുഹമ്മദ് റസൂൽ. റസൂൽ എന്താ ചെയ്തത്? മൂന്ന് കാര്യം പറഞ്ഞു. കാര്യമാണെങ്കിലും അവിടെ എത്തിയാലും നമ്മൾ പറഞ്ഞു വെക്കേണ്ട ചില ചില പ്രക്ഷേപത്തിൽ വരും. അരികൾ പോലെ കഴിയുന്ന പൂർണ്ണമായിട്ട് ആദ്യം പോകുന്നതാണ്. പോയി കറക്റ്റുള്ളവർക്ക് നമ്മൾ തയ്യാറായത് ഒരു തത്വയും ഞാൻ നേരത്തെ പറഞ്ഞ ഷഹാദയുമാണ് അടിസ്ഥാനം. അതിന് അണവയിൽ തീർത്തിട്ടിനെ കുറിച്ച് ഒപ്പിക്കാൻ എടുക്കാനുണ്ട്. നടക്കൂല. ഹജ്ജിന്റെ പ്രത്യേകത ഏതാണ്? ഒന്നും കാണാതെ ചെല്ലേണ്ടതില്ല. ആരോഗ്യം മാത്രമാണ് ഹജ്ജിന് അത്യാവശ്യം. അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു വീട്ടിൽ കൊടുക്കണം. സ്വന്തം വീട്ടിൽ ഒന്നിച്ചുള്ള ആളുണ്ട്. ഒന്നിച്ചുള്ള പറ്റും. ഇതിലൊരു അവസാനമായി അടന്നു പറയും. ക്ഷമയോടുകൂടി നടക്കൂ. നമ്മുടെ ആരോഗ്യമില്ല കാര്യം തന്നെയാണ്. ഹൃദയം ധൈര്യമാണെങ്കിൽ 150 വയസ്സായാലും അധികം ആരോഗ്യമില്ല. ഹൃദയത്തിന് ആരോഗ്യമില്ല. ആ റെഡിയാണ്. എല്ലാം റെഡിയാണ്. ഹൃദയവുമായിട്ടാണ് അവയവങ്ങൾക്ക് ബന്ധം. ആ ഭൗതികാവയവങ്ങൾക്കും ആന്തരികാവയവങ്ങൾക്കും എല്ലാം ബന്ധം ഹൃദയവുമാണ്. ഹൃദയം ആരോഗ്യപ്പെട്ടാണോ എന്ത് ജോലി ചെയ്യും? പുരുഷന്മാരുടെ മുടി കളയുന്ന സ്ത്രീകളുടെ മുടി മുറിക്കുന്ന ചോദ്യമൊന്നുമില്ല. അവിടെ എത്തും വേണം ശരിക്കാൻ വരിക. അണ്ണാച്ചിന്റെ മറ്റേ മതി. അണ്ണാച്ചിന്റെ നമ്മളെ കത്രയെടുത്തിട്ട് 2 എണ്ണം മുറിച്ചിട്ട് അണ്ണാച്ചിന്റെ ഭാഷയിൽ വെളിക്കുറിച്ച് വന്നാവുകയാണ്. ഭാഷ ഞാൻ പറയാം. അണ്ണാച്ചി എനിക്ക് എന്താ പറയാ? 2 എണ്ണം മുറിച്ചിട്ട് അവരോട് വേണമെങ്കിൽ പിടിച്ചോ. ആവശ്യപ്പെടുന്ന മുടിയാണ്. ഏതൊരു ആവശ്യമാണ് മുടി ആവശ്യപ്പെടുന്നത്? ഒന്ന് ജനിച്ച മുടി, അന്നായാലും പെണ്ണായാലും 7ാമത്തെ ദിവസക്കാരാണ്. അത് ആവശ്യപ്പെട്ടതാണ്. തീരുമാനിച്ച ആളുകൾക്ക് ആ മുടിയുണ്ടായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഹജ്ജും ഉംറയും പൂർത്തിയാക്കിയതിനു ശേഷം പുരുഷന്മാരുടെ അല്ലാഹു തആല മുടി ആവശ്യം. ഞാൻ ഉദ്യോഗത്തിൽ മുടി കളഞ്ഞിട്ടില്ല. നീ പറഞ്ഞു കാര്യം എന്ത് പറഞ്ഞാലും ചെയ്യാമെന്ന് ഞാൻ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അച്ചയ്ക്കുന്നത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതുപോലെയും ചെയ്തതുപോലെയുമായിരിക്കുകയും ചെയ്യും. എനിക്ക് സ്വന്തമായിട്ട് ഒരു താല്പര്യവുമില്ല. എനിക്ക് സ്വന്തമായിട്ട് വേറൊരു അടിയുമില്ല. കൽപ്പിക്കുന്നു, പ്രവാചകൻ കാണിച്ചു തരുന്നു. ഞാൻ എന്താ ചെയ്യും? കൂടി പറയുക. 4ാമത്തെ കഥ, സ്ത്രീകൾ അവിടെ മുടിയുടെ അറ്റം 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചു കളഞ്ഞാൽ പുറത്തിറങ്ങിയാൽ ഇഷ്ടംപോലെ ബാർബർ ഷാപ്പുണ്ട്. ഡോക്ടറിലാണ് നമ്മൾ താമസിക്കുന്നതൊക്കെ ചോട്ടി തന്നെ 100-100ഓളം ബാർബർ ഷാപ്പുകളുണ്ട്. അവിടെ പോയാൽ പ്രവേശനം കിട്ടും. കണ്ണീർ
എനിക്ക് 10 അതിന്റെ സമയം എന്റെ അമ്മ വന്ന് പോയിട്ട് കളഞ്ഞതിന് ശേഷം 25 അവർക്ക് സമയം പാകിസ്ഥാനിലെ 90% ഇവിടെ കളി കളഞ്ഞവരെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, കളഞ്ഞവരെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, കളഞ്ഞവരെ അള്ളാഹ് അനുഗ്രഹിക്കും. ഒരു സഹായം എഴുതിട്ട് യാ റസൂലല്ലാഹ് ഞങ്ങളിൽ ചിലർ ഖസ്ൽ ചെയ്തിട്ടുണ്ട്. ഖസ്ൽ ചെയ്യുന്നത് അതല്ല, അത് ഉദ്ദേശിച്ചില്ല. അതിന് കാര്യം ഏതോ വഴിയൊക്കെ ഉണ്ടാക്കിയത് 2 പിടികൾ കഴിച്ചു. അപ്പടിയില്ല, എനിക്ക് കളയുക. അനുവാദം. പക്ഷെ റസൂൽ 3 വർഷം ദുആ ചെയ്ത് മാർക്ക് വേണ്ടിയ കളഞ്ഞവർക്ക് വളർന്നു വലിയ ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. പുരുഷന്മാരെ മുടി കളയുക, കളഞ്ഞാൽ പെണ്ണുങ്ങളെ മുടി മുറിക്കുക. ഭൂമി പറ്റാനും മതി. കത്തികൾ ഇരുന്നെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കിയിട്ട് മുറിച്ചിട്ട് അവിടെ ഈ വേസ്റ്റ് ഇടുന്ന ബോക്സ് പെട്ടെന്ന് സ്ത്രീകളുടെ മുടി ഔറത്താണ്. സ്ത്രീകളുടെ മുടി ഔറത്താണ്. അത് ജീവിച്ചിരിക്കുന്ന തലയിലുള്ളപ്പോഴായാലും തലയിൽ നിന്ന് വേർപിരിഞ്ഞാലും അത് ഔറത്താണ്. കൊണ്ട് മുടി ചീവിയിട്ട് കെട്ടിട്ട് ജനങ്ങളിലേക്ക് പുറത്തേക്കൊക്കെ കയറിയെടുത്ത് സ്ത്രീകളോടുകൂടി ആദ്യത്തെ വാക്ക് ഇഹ്റാം, ഇപ്പോഴത്തെ വാക്ക് ഇഹ്റാമോടുകൂടി ഹറാമായതെല്ലാം മുടികളിലോടുകൂടി തഹല്ലിലോടുകൂടി ഹലാലായി പോവുക. നന്നായിട്ട് കുളിച്ച് ആഹത്തായി വലിയ ഡ്രസ്സൊക്കെ ധരിച്ച് സുഗന്ധമൊക്കെ പൂശി ഒരു മണിയായി പൂർത്തിയായിട്ടേ പോകും. എന്താ വേണ്ടത്? നാല് സ്ഥലങ്ങളിൽ വെച്ച് 6 ദിവസങ്ങളിലായി 10 ജോലി ചെയ്ത് തീർക്കുന്നതിന്റെ പേരാണ് ഹജ്ജ്. സ്ഥലം ഏതൊക്കെയാണ്? മക്ക, മിന, അറഫ, മുസ്ദലിഫ. ഈ 4 സ്ഥലത്തല്ലാതെ ഹജ്ജിന് ജോലി നേടിയില്ല. ഒന്നാമത്തെ ജോലി മക്കയിൽ വെച്ച് ആദ്യത്തെ ഇഹ്റാം. അതൊക്കെ താമസിക്കുന്നുണ്ട്, നിങ്ങളെ താമസിക്കണം. ഇഹ്റാം ഈ മദീനത്തോ മറ്റോ ആണെങ്കിലോ അത് ഉംറയ്ക്ക് വേണ്ടി പറഞ്ഞ നിയമങ്ങളൊക്കെയാണ് പറയുന്നത്. ഹജ്ജിൽ ഒരിക്കല് ഈ കത്തില് എല്ലാം ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുക. മക്കയിൽ താമസിക്കുന്നവർ പള്ളിയിൽ തന്നെ പോകുന്നുണ്ടോ? ഇല്ല, റൂമിൽ വെച്ചാവാം. കാരണം റസൂലുള്ളാഹി വീട്ടിൽ വെച്ച് ചെയ്യാനാണ് പറയുന്നത്. താമസിക്കുന്ന റൂമിൽ വെച്ച് ചെയ്യാം. ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മുഴുവനും അവിടെ ബാധകമാണ്. ഇവരെല്ലാം ഒന്നാമത്തെ കാര്യം മനസ്സിലായി, അതെല്ലാം അവിടെ ഉംറയും ഹജ്ജും ഒന്നിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നിച്ചു പറയാം. നിങ്ങളെ സാധാരണ ഇങ്ങനെ ആയിട്ടില്ല ചെയ്യുന്നുണ്ടായില്ല. നിങ്ങള് ഇങ്ങനെ പോക്ക് ഷെഡ്യൂൾ എനിക്ക് അറിയില്ല.
ഇപ്പൊ ഉംറ ചെയ്ത് തഹല്ലുലായതിനു ശേഷം 8ന്റെ അന്ന് ഉംറ നിയത്തിലായിരിക്കും ഹജ്ജിന് വേണ്ടി. അപ്പം ഉംറ ചെയ്ത് തഹല്ലുലായി സാധാരണ ഡ്രസ്സിൽ തന്നെയായി, പിന്നെ 8ന്റെ അന്ന് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഒന്നിച്ചാണെങ്കിൽ അത് അത് അപ്പോഴുള്ള പ്രശ്നം ഉംറ ചെയ്യണം, 3 കാര്യം മാത്രം ചെയ്ത് മുടി കളയിൽ നിർത്തി വെക്കണം. ഇതിന്റെ ഹജ്ജ് മുടി കഴിഞ്ഞതിന് ശേഷം മുടി കളയണം. ഇതിന് ഖിറാന്റെ ഹജ്ജ് എന്ന് പറയാം. നമ്മൾ ചെയ്യുക തമത്തുഇന്റെ ഹജ്ജ്. ഹജ്ജിലൂടെ ഇഹ്റാം ചെയ്യും മക്ക. രണ്ടാമത്തെ സ്ഥലം പറഞ്ഞത് മിനയാണ്. മൂന്നാമത്തെ സ്ഥലം പറഞ്ഞത് അറഫയാണ്. നാലാമത്തെ സ്ഥലം മുസ്ദലിഫ. ഞാൻ ഭൂമിശാസ്ത്രപരമായിട്ടല്ല പറഞ്ഞത്, അമലിയായിട്ടാണ് പറഞ്ഞത്. ഭൂമിശാസ്ത്രപരമായിട്ട് മക്ക, മിന, മുസ്ദലിഫ, അറഫ. ശരി, അങ്ങോട്ട് പോകുമ്പോ മുസ്ദലിഫ ചെയ്യില്ല, ഇങ്ങോട്ട് വരുമ്പോഴാണ് മുസ്ദലിഫ വരുന്നത്. അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. മക്ക, മിന, അറഫ, മുസ്ദലിഫ എന്ന് പറഞ്ഞത് ഭൂമിശാസ്ത്രപരമായിട്ടല്ല, അമലിന്റെ തത്വം അനുസരിച്ചാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് മക്ക, മിന, മുസ്ദലിഫ, അറഫ അങ്ങനെയാണ്. മനസ്സിലായി? ഒന്നാമത്തെ മക്കയിൽ വെച്ച് ചെയ്യേണ്ട ജോലി പൂർത്തിയായി. സുന്നത്തായ ജോലി നമുക്ക് ചെയ്യാം. എന്താണത്? ഖുദൂമിന്റെ തവാഫ്. തവാഫ് അത് പുറത്തുനിന്ന് വരുന്നവർക്ക്, വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഖുദൂമിന്റെ തവാഫ്. ആ തവാഫ് ഹജ്ജിന്റെ തവാഫിനെ പകരമാക്കാവുന്നതാണ്. പിന്നെ സഹി മാത്രം ചെയ്താൽ മതി. ഹജ്ജിന് ഈ തവാഫ് ചെയ്താൽ നാട്ടിലുള്ളവർക്കില്ല, അവിടെയുള്ളവർ ഓൾറെഡി ആണ് ഖുദൂം എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുന്ന തവാഫിന് അർത്ഥം. പുറത്തുനിന്ന് വരുന്നവർക്കുള്ളതാണ്. ദുൽഹജ്ജ് 8ന്റെ ജോലി എന്താണ്? നമ്മൾ ഇൻഷാ അല്ലാഹ് മിനയിൽ, അടുത്ത ജോലി മിനയിലാണ്. ദുൽഹജ്ജ് 8 മിനയിലാണ് നമുക്ക് ജോലി. മിനയിൽ താമസിക്കുക. ദുൽഹജ്ജ് 8 തന്നെ മിനയിൽ വ്യാപാരത്തിലാക്കരുതില്ല. എന്താണ് മിനയിൽ ജോലി? 8ന്റെ അന്ന് പ്രത്യേകമായിട്ടൊരു ജോലിയില്ല. 5 വഖത്ത് ഖസ്റാക്കി, 5 വഖത്ത് ഖസ്റാക്കി, അതായത് ദുഹർ 2 റക്അത്ത്, അസ്ർ 2 റക്അത്ത്, ഇശ 2 റക്അത്ത്. ഒരു സാധാരണ പോലെ 5 വഖത്ത് മിനയിൽ വെച്ച് നിസ്കരിക്കുക. അല്ലാഹു നമ്മുടെ നിസ്കാരത്തിന് മാർക്കുള്ള സമയമാണ്. ഇതുവരെ നിസ്കരിച്ച നിസ്കാരത്തിന് മാർക്ക് കിട്ടുന്നത് ആ നിസ്കാരം നോക്കി. ഏതൊരകലിന്റെയും തുടക്കം നിസ്കാരമാണ്. റമദാൻ മാസം കണ്ട രാത്രിയിലേക്ക് നോമ്പാണ് നിസ്കാരം. നാളെ നോമ്പ് നിസ്കാരം തറാവീഹ്. ഏതൊരകലാണ് ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഹജ്ജ് അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിൽക്കലാണ്. അതിന് മുമ്പത്തെ ജോലി 8 തന്നെ മിനയിൽ വെച്ച് 5 നിസ്കരിക്കുക. ഒരു ജോലി അവിടെ ഇല്ല, നിലനിൽക്കില്ല. പ്രത്യേകമായി ഒരു ജോലി ഹജ്ജിന്റെ പേരിൽ മിനയിലില്ല. 8ന്റെ അർത്ഥം 5 നേരം നിസ്കരിച്ചാൽ മതി. മസ്ജിദുൽ ഖൈഫിൽ പോകാൻ ഇറങ്ങി പോകാം. നിങ്ങളുടെ തമ്മിൽ മിക്കവാറും മസ്ജിദുൽ ഖൈഫിന്റെ അടുത്തായിരിക്കും. മിനയിലെ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖൈഫ്. അവിടെ കിട്ടിയില്ല, ജമ്മാക്കണ്ട, ജമ്മാക്കിയിട്ടില്ല, അസ്റാക്കി നിസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് ജോലി ചിലപ്പോൾ രാത്രി തന്നെ നമ്മുടെ അറഫയിലേക്ക് കൊണ്ടുപോകും. എങ്കിൽ അറഫ സൂര്യസ്കാരം മോണിസ്കരിക്കും, അറഫയിൽ വെച്ച് യാത്രാസൗകര്യമായി ബന്ധപ്പെട്ട യാത്രാ ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ചെയ്ത് വന്നാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യണം. കാരണം യാത്ര എളുപ്പത്തിൽ എടുപ്പിക്കാൻ വേണ്ടി ചില ഏർപ്പാടുകളൊക്കെ നടത്തും ഗവൺമെന്റ്. നമ്മൾ ശരിക്കും നേതൃത്വത്തെ അംഗീകരിച്ചോളണം. മുൻകൂർ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചോളണം. മേലെ കൊടുത്തു ഇപ്പൊ ദുർഗത്തെ 9ന്റെ പാട്ട് അല്ലേ? ഇത് 9ന്റെ പാട്ട് 8 മേലെത്തിയത് രാത്രി 9ന്റെ പാട്ട്. 9ന്റെ ജോലി എന്താ? 9ന്റെ അന്ന് ളുഹ്ർ മുതൽ മഗ്രിബ് വരെ അറഫയിൽ കഴിച്ചു കൂട്ടുക.
അതാണ് ഹജ്ജ്. അറഫയിൽ പ്രത്യേകമായി ഒരു നിസ്കാരമോ പ്രത്യേകമായി വേറെന്തെങ്കിലും ഒരു അമലോ ഇല്ല, ദുആ അല്ലാതെ. അറഫ ദുആ ചെയ്യാനുള്ളതാണ്, നിസ്കരിക്കാനുള്ളതെല്ലാം പിന്നെ നിസ്കരിക്കാനുള്ളതാണ്, ദുആ ചെയ്യണമെന്നില്ല. മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അറഫയിൽ എത്തേണ്ടത് ദുഹറോട് കൂടിയാണ്. ദുഹറിന് മുമ്പ് അറഫ ഒരു പ്രത്യേകതയില്ല. നമ്മൾ ചിലപ്പോൾ മുത്തവഫ് രാവിലെ സുബഹിയാകുമ്പോൾ എത്തിക്കുകയും അറഫയിൽ സുബഹിസ്കരിച്ചോളാം അല്ലാണ്ട് വേറെ ഒരു പ്രത്യേകത അറഫക്കില്ല. ആരോഗ്യം കളയല്ല. സുബഹിസ്കരിച്ചോളാം, ചായ കുടിച്ചിട്ട് അറഫയിലേന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ജോലി എടുക്കാൻ നിൽക്കേണ്ട. ദുഹറോട് കൂടിയാണ് അറഫയുടെ ജോലി ആരംഭിക്കുക. ആകെ വർഷത്തിൽ ഒറ്റൊരു പകൽ മാത്രമാണ് അറഫത്ത് പ്രത്യേകതയുള്ളത്. 365 ദിവസത്തിൽ ഒറ്റൊരു ദിവസത്തെ പകലിന് മാത്രമാണ് രാത്രിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, രാത്രിയെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, പകൽ ഭാഗവും കൂടി രാത്രിയുടെ ഭാഗമായി. ദുഹർ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടാണ്. അവിടുത്തെ പ്രത്യേകത ദുഹറും അസ്റും ഒന്നിച്ച് നിസ്കരിക്കണം. മേഘ പ്രത്യേകത ഒന്നിച്ചു പറ്റില്ല, രണ്ടാൾക്കാത്തേ പറ്റുള്ളൂ. അറഫയുടെ പ്രത്യേകത രണ്ടും ആയിരിക്കണം, ഒന്നിച്ചു ആയിരിക്കണം. അസ്റും ജമ്മു ആയിരിക്കണം. അപ്പൊ നമ്മൾ ദുഹറിന് മിക്കവാറും അവിടെ ഉണ്ടാകും. അറഫയിൽ ദുഹർ ഭാഗവതത്തിലോട് നമ്മുടെ ജോലിയാണ്. ആദ്യം നമ്മൾ ദുഹറും അസ്റും രണ്ടാൾക്കാത്ത് ജമാഅത്തായി നിസ്കരിക്കും. അപ്പോഴേക്കും ഭക്ഷണം വെച്ചാണ് നല്ല ചെയ്തോളണം. ഭക്ഷണം, വെള്ളം, വിശ്രമം ഇതൊക്കെ ദ്വാരി ഒഴിവാക്കണം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ജോലി കൂട്ടമായി തന്നെ ചെയ്യണമെന്ന് ഈ ഉദ്ദേശമില്ല. അറിയുന്നവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. അവിടെ ചെയ്യേണ്ട ഒരു പ്രാഥമിക അമൽ ദ്വാക്ക് മുമ്പ് അല്പം ഖുർആൻ പാരായണം ചെയ്യുക. സൂറത്തുൽ ബഖറ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ സൂറത്തുൽ ഹശ്ർ, പിന്നെ ആയത്തുൽ കുർസി, ഇതെല്ലാം കുറച്ചൊരു പെട്ടത്. ഇതൊക്കെ മിക്കവാറും ഫുള്ളായി നിൽക്കാറില്ല. ഇസ്ലാമിൽ തുടങ്ങുക, ആയത്തുൽ കുർസി, ആമന റസൂലുള്ളാഹി തുടക്കവും മധ്യം അൽ ബഖറ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വൽ ഹംദു ലില്ലാഹി വലാ തുശ്രികൂ ബിഹി റസൂലുള്ളാഹി പറഞ്ഞു അഫ്ദൽ ദുആഇ ദുആഉ അറഫ. അറഫയിലുള്ള ദുആയിൽ ഏറ്റവും നല്ല ദുആ അറഫയിലുള്ള ദുആയാണ്. ദുആയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫയിലുള്ള ദുആയാണ്. അഫ്ദൽ മാ ഖുൽതു അന വസയ്യിദുനാ മിൻ ഖബീലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വൽ മുൽക്കു വൽ ഹംദു വലാ തുശ്രികൂ ബിഹി. ഞാനും എൻ്റെ പൂർവികന്മാരായ നബിമാരും പറഞ്ഞ വാക്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഈ പദത്തിലാണ്. അത് ചിഹ്നമായ അതൊരു 100 പ്രാവശ്യം നമ്മൾ ചെയ്യും. ഖുർആൻ വാർത്തയിലേക്ക് അതിൽ എനിക്ക് കുറച്ച് സലാത്ത് ഇബ്രാഹിം സലാത്ത് എണ്ണം ചുറ്റുപാടനുസരിച്ച് സമയത്തിന്റെ അനുസരിച്ച്. അപ്പൊ പ്രാഥമിക ജോലിയിൽ ഉണ്ടാവും മനസ്സ് ഒന്ന് ഒതുങ്ങി വന്നു അല്ലേ? മാനസികമായി തയ്യാറെടുപ്പ് വന്നില്ല. എത്രയും ചെയ്യുന്നതോടുകൂടി ജോലി കൂട്ടമായിട്ട് ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. ഏറ്റവും സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ പറ്റും. ആമീൻ പറയുക പറ്റും. അവിടെ ആരെങ്കിലും ദുആ ചെയ്യുമ്പോൾ അവർക്ക് ആമീൻ പറഞ്ഞു കൊടുക്കണം. മിക്കവാറും മലയാളത്തിലാണ് ഭയങ്കര ഭാഷകാർക്ക് തിരിയും. നല്ല മനസ്സാന്നിധ്യത്തോടുകൂടി ആമീൻ പറയുക അർഹയില്ലാത്ത അനുവദനീയമാണ്. മാത്രവുമല്ല ആ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരാളെ കുറിച്ച് പറഞ്ഞോ. ആ ദുആ ചെയ്യുന്ന ആള് കാമക്കളുണ്ട്, നിങ്ങൾക്ക് മക്കളെ നല്ലത്, എനിക്ക് മക്കളുടെ നമ്മൾ പറഞ്ഞോളെ അപ്പൊ എനിക്ക് ആ മക്കളുണ്ട്, മക്കളെ അയാൾ പറഞ്ഞ് ഞങ്ങളോടോ ഉണ്ടായി. ഞങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ആമീൻ പറയാം. ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ്. ഈ കൂട്ടത്തിൽ തന്നെ ഒറ്റക്ക് ചെയ്യാം. ദുആ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആ തുടക്കത്തിൽ മുൻപിട്ട് ദുആ ചെയ്യുക. ഒരേ സമയം കഴിഞ്ഞാൽ ഇരുന്നിട്ട് ദുആ ചെയ്യുക.
പിന്നെ വീണ്ടും നിൽക്കുക. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ ചെയ്യലാണ്. എത്ര മണിക്കൂർ വാച്ച് ചെയ്യാൻ സമയം ചെയ്യണം. അവര് വിശ്രമിക്കാൻ സമയത്ത് സമയമാണ്. ചാൻസ് പറഞ്ഞിട്ടില്ലേ 2-3 മണിക്കൂർ 2 മണിക്കൂർ ചുരുങ്ങിയ ഇടക്കിടക്ക് നിസ്കരിച്ചല്ലോ ഓൾറെഡി. അപ്പൊ 4-5 മണിയാകുമ്പോഴേക്ക് സൂര്യൻ ഈ തമ്മിന്റെ ഉള്ളിലുള്ള ദുആ നിർത്തുക. എന്നിട്ട് തമ്മിൽ വെളിയിലേക്ക് ഇവിടെ വെയിലത്ത് നിന്നിട്ട് അള്ളാഹുവിന്റെ ആകാശം നോക്കുക ചെയ്യാൻ ഭാരതോട് ഉപദേശിക്കാൻ പറ്റുന്നു. അതേപോലെ ഇത് പറയുന്നു അവരുടെ എല്ലാം പറയട്ടെ. അവരോടുകൂടി കൂട്ടിലെ പുറത്തുനിന്ന് ഒരുപാട് ഉള്ളിലേക്ക് കടന്നില്ല. യാത്രയ്ക്ക് വിളിക്കുന്നില്ല. മഗ്‌രിബ് നിസ്കരിക്കണോ? ശരിക്ക് വേണ്ട. മഗ്‌രിബ് ഉദിച്ചാവും മുസ്ലിഫയിലേക്കാണ് അങ്ങനെയാണ്. പക്ഷെ യാത്രയ്ക്ക് സമയമുണ്ട്, ബസ് വരാൻ സമയമുണ്ട്. യാത്ര ചെയ്യാറില്ല. താമസത്തിലേക്ക് 12 മണിക്ക് മുമ്പ് മുസ്ലിഫയിൽ എത്തുക എന്ന് തോന്നിയാൽ നിസ്കാരത്തിന്റെ സമയത്തിനാണ് 12 മണിക്ക് അപ്പം നിസ്കാരമില്ല. ഈശാ കാലവേളയൊന്നുമില്ല. മഹദരാമ വന്നത് 12 മണിക്ക് നിസ്കാരത്തിന്റെ സമയം തീർക്കുന്ന ഈശാന്റെ സമയം. മറ്റുള്ള ഇമാമികൾ വന്നത് ഒത്തിരി സമയം തീർന്നു. പിന്നെ വീട്ടിലേക്ക് സമയം കൊടുക്കാം. അങ്ങനെ 12 മണിക്കൂർ പറ്റി വിശ്വസിച്ചു പോകണം. എനിക്ക് സമയങ്ങളെല്ലാം വെറുതെ 3 മണിക്കൂർ കൊടുക്കുന്നില്ല. മുസ്ദലിഫയിലേക്കുള്ള യാത്ര. അറഫയുടെയും മിനയുടെയും ഇടയിലുള്ള സ്ഥലമാണ് മുസ്ദലിഫ. മുസ്ദലിഫ വിശാലമായ മൈതാനമാണ്. സാധാരണ പറയാറുള്ളത് മക്കയിലെ സൗകര്യം 100% കിടക്കലോർക്കൊക്കെ മദീനത്തെത്തിയ 50%. മക്കത്തെ സൗകര്യം അതിൽ കിട്ടിക്കൊള്ളുന്നില്ല. മിനയിലെത്തിയാൽ 25%. അറഫയിൽ 10%. മുസ്ദലിഫയിൽ 0%. ഒരു സൗകര്യം ഉണ്ടാവില്ല. അതിനോടൊക്കെ ആകാശക്കാരോടൊക്കെ വേറെ ഒരു സൗകര്യം ഉണ്ടാവില്ല. സൗകര്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. മാത്രവും ഉണ്ടാവും. 100-200 ആളൊക്കെ ഉണ്ടാവും. അടപ്പെടുന്നുണ്ടാവും. ഇതാണ് മുസ്ദലിഫ. മുസ്ദലിഫിൽ വേറെ ജോലിയില്ല. മുസ്ദലിഫിൽ വേറെ ഏർപ്പാടുമില്ല, പന്തലില്ല, കമ്പില്ല, ഒന്നുമില്ല. മുസ്ദലിഫയുടെ അതിർത്തിക്കുള്ളിലാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അത് ബസ് ഇറങ്ങി ഉടനെ തന്നെ ചെയ്യേണ്ട ജോലി മഗ്‌രിബ് ഇശാഉം ജമാഅത്തി സ്നേഹിക്കുക. ഒറിജിനലല്ലേ പറഞ്ഞത്. അങ്ങനെ ഗ്രാമത്താലല്ലേ അപ്പുറത്ത് പറഞ്ഞു. മഗ്‌രിബ് ഇശാഉം ജമാഅത്തി സ്നേഹിക്കുക. 10 മണി 11 മണി ഇൻഷാഅല്ലാഹ് മഗ്‌രിബ് ഇശാഉം ജമാഅത്തി സ്നേഹിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അറഫയിൽ ദുആ ചെയ്യാൻ വിട്ടുപോയത് മുസ്ദലിഫയിൽ വെച്ച് ചെയ്യുക. അറഫയിൽ യാത്രയാണ് ഇന്നലെ പറയാൻ മറന്നുപോയത് ബജാറാണ്ട മുസ്ദലിഫ ബാക്കി പറയാനുള്ള സ്ഥലമാണ്. മുസ്ദലിഫയിൽ കൂടി കഴിഞ്ഞിട്ടാണ് ഫയൽ ക്ലോസ് ചെയ്യാൻ. ദുആന്റെ ഫയല് മുസ്ദലിഫയിൽ കൂടി കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്യാൻ. കഴിക്കുന്ന ബജാറാവണ്ട. എന്ത് ചെയ്യൂലേ? നിസ്കരിക്കുക, ദുആ ചെയ്യാൻ ബാക്കിയുള്ളതോ പുതുതായിട്ടൊന്നും ചെയ്യാം. മൂന്നാമത്തെ കാര്യം, നാളെ മുതൽ 4 പ്രാവശ്യം 4 ദിവസം, നാളെ പിന്നെ 3 ദിവസം എറിയാനുള്ള കല്ല് ശേഖരിക്കുക. 72 കുറച്ചധികം കിട്ടും. ഏതാണ് കടലേക്ക് അത്രയും തരം എടുക്കാം. എത്തി തോപ്പിക്കാൻ നല്ല ഓടിയിട്ടില്ല. ഇത്രയുള്ളത് എന്താ കാര്യം? എന്തിനാ തോന്നിയത്? എല്ലാ കാര്യം എനിക്കറിയില്ല. എന്റെ സുഖമൊക്കെ ചെയ്യുന്ന ആമാരോട് തർക്കിക്കാൻ നിൽക്കണ്ട, അടുപ്പറയാൻ നിൽക്കണ്ട, കട പറയാൻ നിൽക്കണ്ട, വെള്ളം പറയാൻ നിൽക്കണ്ട.
ആ 70 കല്ല് കൂട്ടത്തിൽ 10 കറി എടുത്തു. കുഴപ്പമില്ല. ബാക്കിയുള്ളതല്ല എല്ലാം തീർത്ത് വരുമ്പോൾ അവിടെ ഇടണമെന്നേ ഉള്ളൂ. വേഗമായിട്ട് പോകാൻ പാടില്ല. പറഞ്ഞിട്ടുള്ളത് വിലയിൽ നിന്നോ അഫയിൽ നിന്നോ ഒരു സാധനം വെളിയിലേക്ക് കൊടുക്കാൻ പാടില്ല. ഹറമിലുള്ള ഒരു സാധനം അറഫ അറിയപ്പെട്ടല്ല. മുസ്ലിം അവിടെ പെട്ടതാ. ഹറമിലുള്ള ഒരു സാധനം പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല. അവിടെ കല്ല് ഒരു വർഗത്തില്ല. ബാക്കിയുള്ളതാണ് ഇരിക്കുന്നത്. 70 കല്ല് കൊടുക്കുക. 3 ജോലി കിട്ടുകയാണ്. ശവങ്ങളിൽ നിസ്കരിക്കുക, ദുആ ചെയ്യുക, കല്ല് കൊടുക്കുക. എല്ലാം കിട്ടും. ജനം ചെയ്യുമ്പോൾ മതിയാവില്ല. അവസ്ഥ കല്ലുകൊടുക്കാനില്ല. ജനങ്ങൾ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. സുഖമായിട്ട് ഓർക്കുക. അതൊരു ഇൻട്രൻഷൻ ഓർക്കുക. എത്ര ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാൾ ഒന്നും വേണ്ട. സുഖമായിട്ട് ഓർക്കുക. ആകാശം താഴെ ഭൂമി മണ്ണിലാണ് ഓർക്കുക. ചിലപ്പോൾ കയ്യിൽ മണ്ണൊക്കെ കയ്യിൽ വല്ലതും കരുതി അത് രക്ഷിക്കോ അല്ലെങ്കിൽ മറ്റാ കയ്യിൽ ജന്യമായി താമസിക്കുന്നത് കരുതി അതായിട്ട് കിടക്കാം. അല്ലെങ്കിൽ കയ്യിൽ അടച്ചു വെച്ചിട്ട് സീറോ ദുനിയാവിലെ ഏറ്റവും സീറോ സൗകര്യമാണ് മുസ്ലിം നൽകിയിട്ടുള്ള. ആരെങ്കിലും കിടക്കുന്നതല്ല. ചിലപ്പോൾ നാട്ടിലെ രാജാവായി കുടീശനായി ചിലപ്പോ പറഞ്ഞില്ല. എല്ലാവർക്കും അറിയാലോ എല്ലാവരും അവരുണ്ടാവും. തട്ടപ്പങ്ങൾ നമ്മളെ കിടക്കുന്നുണ്ടാവും. ദൈവപൂതകൾ നടക്കുന്നുണ്ടാവും. ഒന്നും നോക്കണ്ട. പോകുമ്പോൾ ബോട്ടിൽ വെള്ളം കയറ്റിക്കൊള്ളു. സുബീഫ് ഉണ്ടാക്കാൻ വെള്ളം കയറ്റിക്കൊള്ളും. ബോട്ടിൽ ഉണ്ടാക്കാൻ സുബഹി ബാങ്ക് കൊടുത്തു. ഉടൻ തന്നെ സുബഹി സുന്നത്ത് നിസ്കരിക്കുക. ബാക്കിയുള്ളവർക്ക് സുന്നത്തില്ല. നിലയെ സുന്നത്ത് നിസ്കാരമില്ല. അതൊക്കെ സുന്നത്ത് നിസ്കാരമില്ല. മുതലത്തെ സുന്നത്ത് നിസ്കാരമില്ല. ഏതൊഴികെ പഞ്ചത് നിസ്കാരമോ സുബഹിന്റെ സുന്നത്തും ഒഴികെ പഞ്ചത് നിസ്കരിക്കാം. ഒരാളെപ്പോലും സുബഹിന്റെ സുന്നത്ത് ഒഴിവാക്കാൻ പറ്റില്ല. 100 അസർ മലർച്ച സുന്നത്ത് മുമ്പില്ല പിന്നില്ല. സുബഹിയോടുകൂടി മുദ്രയിൽ ജോലി പൂർത്തിയായി. മാഷാ അല്ലാഹ്. പത്തിന്റെ പറയുന്നത് 10 രാത്രിയാണ് നമ്മളെടുത്ത് പെരുന്നാളിന്റെ രാത്രി. ഇപ്പൊ പെരുന്നാളിന്റെ പകലായി ഇല്ലേ? അജിമാർക്ക് പ്രത്യേകം പെരുന്നാളില്ല, നമസ്കാരവും ഇല്ല, വെള്ളിയാഴ്ച ആണെങ്കിൽ ജുമായും ഇല്ല. എന്തായാലും യാത്രാ സംഘം അന്നാവിന്റെ ദർബാറിൽ യാത്രാ സംഘം ഇളവുള്ളതെല്ലാം ഇളവ്, ചെയ്യേണ്ടതെല്ലാം ആകാശത്തിന്റെ കവല തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു തരത്തിലുള്ള ഇടയാളമില്ലാതെ അള്ളാഹുവിന്റെ ദർബാറിൽ ദുആയെത്തുന്ന സമയം ഓർമ്മ. പിറ്റേന്ന് രാവിലെ 10 അന്ന് രാവിലെ മുസ്ദലിഫയിൽ സൂര്യസ്കരിക്കുന്നതോടുകൂടി മുസ്ദലിഫയുടെ ജോലി പൂർത്തിയായി. ഇനി നാം തിരിച്ച് മിനായിലേക്ക് തന്നെ വരണം. അഥവാ നമ്മൾ നേരത്തെ നമ്മൾ താമസിച്ച റൂമിൽ 10ന്റെ ജോലി എന്താണ്? 4 ജോലിയാണ് 10ന്റെ ജോലി. 10 ജോലി 4 ഏത് കല്ല് ജംറം 3 ജംറയാണ്. ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്താ, ജംറത്തുൽ അഖബ. ജംറത്തുൽ അഖബയിൽ 7 കല്ല് തീരാം. അതോടുകൂടി 10ന്റെ കല്ലുകൾ എഴുതും. ഒറ്റ സ്ഥലത്ത് മാത്രം 7 കല്ല് തീരാം. ഒരു ജോലി പൂർത്തിയായി. മക്കയിൽ ചെന്ന് തവാഫും സഅയും ചെയ്തില്ല. ഹജ്ജിന്റെ അത് 10ന്റെ നടത്തി. അഥവാ ചെയ്യാൻ കഴിയില്ലെങ്കിൽ 11ആവാം, 12ആവാം, 13ആവാം. എന്തൊക്കെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ തിരിച്ചു വരുന്നതിനുണ്ട് എപ്പോഴും ആവാം. തിരിച്ചു വരേണ്ടി വന്നല്ലോ എപ്പോഴെങ്കിലും പോയിട്ട് ചെയ്യാം. പക്ഷെ ഏറാമിലേക്ക് മാത്രം കാരണത്തെ നാട്ടിലേക്ക് വരേണ്ടി വന്ന് തവാഫും സഅയും ചെയ്തില്ല. അയാളെ ഹജ്ജ് ബാക്കിയോ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അടുത്ത കൊല്ലോ 2 കൊല്ലം കഴിഞ്ഞിട്ട് എപ്പം പോയാലും തവാഫ് ചെയ്യിക്കണം. പക്ഷെ മുടി കളയാൻ പറ്റില്ല, മീശ വെക്കാൻ പറ്റില്ല, തുണി മാറ്റാൻ പറ്റില്ല. ഏറാമിൽ തന്നെ ഏറാമിലായിട്ടില്ല, മറ്റുള്ള അതും പറ്റും. ഒരു ജോലി തീരെ പറ്റില്ല. ഭാര്യ ഭർത്തൃ ബന്ധം എത്ര കൊല്ലമായി തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഭാര്യ ഭർത്തൃ ബന്ധം പറ്റുള്ളൂ. അതിന് മുമ്പ് മറ്റുള്ളതെല്ലാം നിയമമാണ്. അപ്പൊ 2 ജോലി 7 കല്ലെറിയുക, 7 കല്ല്. അതാണ് പറഞ്ഞത് 7 കല്ലെറിയുക. തന്നെ പഠിച്ചു നോക്കണം.
മക്കയിൽ ചെന്ന് തവാഫും സഅയും ചെയ്യുക. അറുക്കാനുള്ള മൃഗത്തെ അറുക്കുക, അത് 10 വരെയാണ്. മുടി കളഞ്ഞിട്ട് 1-ാം കാലത്തിലാകുക, അതും 10 വരെയാണ്. അതായത് ഇതേ നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. എറിഞ്ഞ ഉടനെ തന്നെ മുടി കളയാം. മുടി കളയോടുകൂടി 1-ാം കാലത്തിലായി അമ്പലനെ കുറിച്ച് ഡ്രസ് മാറ്റാം, സുഗന്ധം കുറിച്ചാം. പകുതി ഹലാലായി, ഈ പകുതിയെ ബാക്കി. തവാഫും സഅയും മക്കത്ത് പോയി ചെയ്യുന്നതോടുകൂടി ഫുള്ളായിട്ട് കാര്യത്തിലായി. അറബിൽ നമ്മൾ നേരത്തെ ഏൽപ്പിക്കും, അവർ ചെയ്തു. അപ്പൊ ഇപ്പോഴങ്ങനെ ഇതൊക്കെ ബാങ്കിൽ അല്ലെങ്കിൽ വേറെ സംവിധാനത്തിനേക്കാൾ ഏറ്റവും നല്ലത്. അതാണ് സൗകര്യം, ഉത്തരവാദിത്വം. നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്വമാണ് പിന്നെ ചെയ്യണമെന്നില്ല. ആവും തന്നെ മതി. വാങ്ങി അതൊക്കെ മതി, അതൊന്നും പഠിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. വന്നില്ലേ, വന്ന് വിലയിരുത്തി 81 പോയി 7 കല്ലറിഞ്ഞ് ആഘോഷത്തിൽ പോയിട്ട് മുടി കളയോടുകൂടി 1-ാം തന്നെ നേരോട് താമസിക്കാം. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും പൂർണ്ണം. തവാഫസയും ചെയ്യാം. തവാഫസയും ചെയ്യുന്നതോടുകൂടി 10 ജോലി പൂർത്തിയായി. ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയുക, മുടി കളഞ്ഞ് തഹല്ലുലാകുക, അറുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക, തവാഫസയും ചെയ്യുക. ഇതിൽ 1-ാം തഹല്ലുലാവാൻ ജംറത്തുൽ അഖബയിൽ 7 കല്ലെറിയുക, മുടി കളയുക, 1-ാമത്തെ തഹല്ലുലായി. 1-ാമത്തെ തഹല്ലുലായാൽ നമുക്ക് സൗകര്യം പോലെ മക്കത്ത് തവാഫസയും ചെയ്താൽ മതി. അന്ന് കഴിഞ്ഞില്ല പിറ്റേന്ന് പോയാൽ മതി, അന്നും കഴിഞ്ഞില്ല 12-ന് പോയാൽ മതി, അന്നും കഴിഞ്ഞില്ല 13 വരെ. അയ്യാമത്തെ ശരിക്കും അപ്പുറത്തേക്ക് കടത്താതിരിക്കുന്നതാണ്. 3 ദിവസം 11 കഴിയാം 10-ന്റെ ജോലി പൂർത്തിയായി. ഇനി 11, 12, 13 എനിക്ക് കഴിയും. ഒറ്റ വാക്കി പറയാം, എന്താണ് ജോലി? 2 ജോലിയാണ്. ഒന്ന് പകല് ചെയ്യാനുള്ള ജോലി, മറ്റേത് രാത്രി ചെയ്യാനുള്ള ജോലി. പകല് ചെയ്യേണ്ട ജോലി എന്താ? കൂടി തുടങ്ങി 12 മണിയോടെ തീരുന്ന സമയത്തിനുള്ളിൽ ജംറത്തിൽ ഊലായി 7 കല്ല്, ജംറത്തുൽ വുസ്ത മധ്യത്തിലുള്ള 7 കല്ല്, ഇന്നലെ എറിഞ്ഞ സ്ഥലത്ത് 7 കല്ല്. ഇന്നലെ എറിഞ്ഞത് 3-ാമത്തെ തുടക്കം പോലെ പകരത്തെ ജോലി പൂർത്തിയായി. 11-ന്റെ പകരത്തെ ജോലി പൂർത്തിയായി. രാത്രി മിനായിൽ തന്നെ താമസിക്കുക, ഉറങ്ങില്ല. രാത്രി ജോലി പൂർത്തിയായി. അപ്പൊ പകൽ എറിയലും രാത്രി ഉറങ്ങാനും. മിനയും രാപ്പാർക്കാന്ന് കേട്ടിട്ടില്ലേ? അയ്യാമത്തെ ശരിക്കുള്ള ദിവസം 11 13 അയ്യാമത്തെ ശരിക്കും. അപ്പൊ പകല് 12 പകല് നേരത്തെ എറിഞ്ഞ പോലെ 3 സ്ഥലത്ത് എറിയുക. ചൂടായും 7 കല്ല്, പുസ്തായി 7 കല്ല്, അക്കമായി 7 കല്ല്. തിരിച്ചു റൂമിലേക്ക് വരിക, നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക, ഉറങ്ങുക. 12 13 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചയോടുകൂടി പോവുക, അസറിന് മുമ്പായിട്ട് 3 സ്ഥലത്ത് എറിയുക, നേരെ നമ്മുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങി വരിക. ഇങ്ങനെയൊക്കെ തിരിച്ചു പോകണം. 13-ന്റെ അസറോടുകൂടി ഇനി മക്കയിൽ വന്ന് നിശ്ചയിക്കപ്പെട്ട ദിവസം താമസിക്കുക, 5 നേരം കൃത്യമായി പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുക 1 ലക്ഷത്തിന്റെ പ്രതിഫലമാണ്. അതേപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക, യാത്രയ്ക്ക് വേണ്ടി സമയം നിശ്ചയിക്കപ്പെട്ട വിദാഇന്റെ തവാഫ് ചെയ്യുക. യാത്ര ചോദിക്കാനുള്ള തവാഫ് ആണ് വിദാഇന്റെ യാത്ര ചോദിക്കാൻ. അത് എപ്പോഴാണ് നമ്മുടെ യാത്രയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്? അതിന് മുമ്പ് സാധനങ്ങൾ വാങ്ങാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി എല്ലാ ജോലിയും പൂർത്തിയാക്കി ബാഗെല്ലാം റെഡിയാക്കി തവാഫ് ചെയ്തിട്ട് സാധാരണ തവാഫ് എന്ന് പറഞ്ഞാൽ അതെല്ലാം പോയി നിൽക്കുക, നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക, 7 പ്രാവശ്യം ചുറ്റുക, മഖാം ഇബ്രാഹിമിന്റെ കരയിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സംസാരം കുടിക്കുക. ഇതാണ് തവാഫ്. എപ്പം തവാഫ് ചെയ്യും? അത് ഉമ്മർക്ക് വച്ചതിന് വേണ്ടിയാണെങ്കിലും ശരി, അല്ലെങ്കിൽ സെപ്പറേറ്റ് തവാഫ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ജോലി. പൂർത്തിയായ തവാഫ് 7 മിനിറ്റ് മാത്രം നിസ്കരിച്ച തവാഫായി. 7 മിനിറ്റ് ചുറ്റുക, നിസ്കരിക്കുക, 7 മിനിറ്റ് ചുറ്റുക, ആവർത്തിച്ച് ചെയ്യാം. തവാഫ് വർദ്ധിപ്പിക്കലാണ് നല്ലത്.
ഉംറ വർദ്ധിപ്പിക്കാനല്ല. എന്നിട്ട് അവൻ എൻട്രി ചെയ്യാൻ ഉംറയാണ്. ആയിഷ ഉംറ കണ്ടിട്ടുണ്ടോ? ആയിഷ പള്ളിയിൽ പോയിട്ടുണ്ടോ? മറ്റേ പരിപാടി ഇസ്ലാമിലില്ല. ആയിഷ പള്ളിയിൽ ജീവിക്കുന്ന ആയിരിക്കാൻ അറിയോ? ഉംറ നഷ്ടപ്പെട്ടവർക്ക് കലാവ് കിട്ടാനും മറ്റും ദൂരെ പോകുന്നതിന് പകരം അവസാനമാണ് ഇസ്ലാം. ആയിഷ ഒന്നിച്ചുണ്ടായിരുന്നു. ആയിഷ മക്കൾക്കെത്തിയപ്പോൾ ഹൈദുണ്ടായി. ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ നിയമത്തിൽ ഹജ്ജിൽ പോയി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഞാൻ ഉംറയില്ല, എനിക്ക് ഉംറ ചെയ്യണം. പരിഗണിച്ചു. ആങ്ങള അബ്ദുറഹ്മാൻ മകനാണ് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുറഹ്മാൻ ആയിഷനെയും കൂട്ടിയിട്ട് തൻഈം വരെ പോകണം, തൻഈമിൽ പോയിട്ട് ഇഹ്റാം കിട്ടണം, എന്നിട്ട് വന്നിട്ട് ആയിഷനെ കൊണ്ട് ഇഹ്റാം ചെയ്തിട്ട് ഉംറ ചെയ്യിപ്പിക്കണമെന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി അബ്ദുറഹ്മാനോട് പറഞ്ഞില്ല, നീ കെട്ടിക്കോന്ന് പറഞ്ഞില്ല, നീയും ഇഹ്റാം ചെയ്തുകൊണ്ട് പറഞ്ഞില്ല. അത് പുണ്യമാണെങ്കിൽ കുറ്റക്രിസ്തവരായിട്ട് തന്നെയും ചെയ്യുന്നു. അതാണ് വിഷയം. ചർച്ച ചെയ്യപ്പെട്ട ഗൗരവമുള്ള വിഷയത്ത് അതെന്തെങ്കിലും തരത്തിൽ ആഴ്ചപ്പെടുത്തിപ്പെട്ട് ഉമ്മത്തേക്ക് പുണ്യമുള്ള കാര്യമാണെങ്കിൽ അബ്ദുറഹ്മാന്റെ റസൂലുള്ളാഹിയുടെ കാര്യമല്ല. ഏതാണ്ട് 1,10,000 മാജിമാരുണ്ട്. ഒരാളോടെങ്കിലും റസൂലുള്ളാഹി ആ തന്നെ ഇഹ്റാം ചെയ്തിട്ട് വന്നിട്ട് ഇഹ്റാം ചെയ്തതിൽ ഉദ്ദേശിക്കുന്ന ഉംറ ചെയ്യുന്ന റസൂലുള്ളാഹി അറിയില്ല. റസൂലുള്ളാഹി സ്വന്തം ചെയ്തില്ല, മറ്റുള്ള ചെയ്യിപ്പിച്ചില്ല. ഈ ആയിഷ അല്ലാതെ. അപ്പൊ ആയിഷയ്ക്ക് ചെയ്തത് അപ്പൊ ഇതേപോലെ മക്കത്തെത്തി എന്തോ കാരണത്താൽ ഉംറ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മിസ്സായി, അല്ലെങ്കിൽ ഇവിടെ ഹൈദോ മറ്റോ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ വേറെ ആശുപത്രിയിലോ മറ്റോ ആയി, അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പോകാം. ഇപ്പോൾ ടൂറിസ്റ്റുകളായി വന്നപ്പോൾ ആയിഷ ഉംറയുടെ കേന്ദ്രമായി മാറി. എത്രയാനുള്ള അങ്ങനത്തെ പരിപാടിയില്ല. വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഉംറല്ല തവാഫാണ്. തവാഫ് എത്ര 120 റഹ്മത്ത് മക്കായി ഇറങ്ങുന്ന റസൂലുള്ളാഹി എന്ന് പറയുന്നത് അതിൽ 60 റഹ്മത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്, 40 റഹ്മത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ്, 20 റഹ്മത്ത് വെറുതെ കണ്ണു നോക്കിയിരിക്കുന്നവർക്കുള്ളതാണ്. വെറുതെ ഇരിക്കല്ല, അവർക്കുള്ളതാണ്. അത്ര പുണ്യമുള്ളതാണ് തവാഫും മക്കയിലെ നിസ്കാരവും അതേപോലെ തന്നെ കഅബ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിദായിന്റെ തവാഫും ചെയ്ത് അവരെ പൂർത്തിയായി അള്ളാഹുവിന്റെ ഭവനത്തോടെ യാത്ര പറഞ്ഞ് വിഷമത്തോടെ പ്രയാസത്തോടെ ഇതുവരെ ചെയ്ത ദുആ എല്ലാം ആ തവാഫിന്റെ സമയത്തൊന്നും കൂടി ആവർത്തിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി താഴ് കേൾക്കും ഖുശൂഅോടുകൂടി വിട പറയുകയും ചെയ്യും. പിന്നെ മദീനയിൽ പ്രഗത്ഭന്മാരായ ആളുകൾ ഉണ്ടാവുമ്പോൾ മദീന ഒരു ബുദ്ധിമുട്ടില്ല, പറഞ്ഞാൽ എളുപ്പമാണ്, ചെയ്യിപ്പിക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ ആളുണ്ടാവും. ഇതൊരു രൂപം ഉണ്ടാകാനാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ജോലി മനസ്സിലായില്ല. മക്ക, മിന, അറഫ, മുസ്ദലിഫ അവിടെ ചെയ്യുന്ന ജോലിയിൽ പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ അറിയുന്ന പരമാവധി പരമാവധി സൂക്ഷ്മതയോടെ അല്ലറച്ചില്ല പോരായ്മകൾ വരുന്ന ടെൻഷൻ അടിക്കേണ്ട. അള്ളാഹുവിനോട് പറഞ്ഞാൽ പറയുന്ന സാധാരണ ഞാൻ അത് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്, ഞാൻ അടച്ച് കുഴപ്പമില്ല. ഞാൻ ഇത് ചെയ്തിട്ടാണ് അത് ചെയ്തത്, ഞാൻ അടച്ച് കുഴപ്പമില്ല. എല്ലാവരും കുഴപ്പമില്ല. അവിടെല്ലാം പരിഗണിക്കേണ്ടത് ഷഹാദത്താണ്. അവിടെ എല്ലാം പരിഗണിക്കേണ്ടത്. അങ്ങനെ ഫ്രഷ് ഷഹാദത്തുമായി തിരിച്ചു വരാൻ ആ ഫ്രഷ് ഷഹാദത്ത് ഒരു ഡാമേജ് പോലും ഇല്ലാതെ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്താനും മരിക്കാൻ നേരത്ത് ആ ഷഹാദത്ത് അള്ളാഹുവിനെ ഏൽപ്പിക്കാനും ബർസഖിന്റെ ലോകത്ത് ആ ഷഹാദത്ത് തിരിച്ചു വാങ്ങി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ സമർപ്പിക്കാനും എന്താണോ വേണ്ടത് അത് അള്ളാഹുവിനെ പൂർത്തിയാക്കി തരട്ടെ. أقول قولي هذا والله أعلم وأستغفر الله العظيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. പ്രത്യേകമായ ഒരു ജോലി പറയാൻ അത് ഓർമ്മിച്ചോളാം. ചിലർക്കെല്ലാം മൂന്നാൾ ഓർമ്മിക്കേണ്ട പ്രത്യേക ജോലിയാണ്, മറക്കാതെ ചെയ്യേണ്ട ജോലി. എന്താ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. എനിക്ക് മറക്കാനില്ല. ഒരുപാട് വാർത്തകളുണ്ട്, അവരിൽ ഒരുപാട് തോന്നിക്കുന്നതായിരിക്കും.
ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഭക്ഷണത്തേക്ക് പോവാം.